മുണ്ടൂർ തൂത സംസ്ഥാന പാത അപകടപാതയായി മാറുന്നത് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഞങ്ങൾ റിപ്പോർട്ട് നൽകിയിരുന്നു. പാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്ന പരാതികൾ കേൾക്കുന്നതിനും ജനകീയ ആവശ്യങ്ങൾ അറിയുന്നതിനുമായി ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞ ദിവസം സംയുക്ത വിലയിരുത്തൽ യാത്ര സംഘടിപ്പിച്ചു. റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന വിവിധ വിഷയങ്ങളാണ് ജനപ്രതിനിധികളും നാട്ടുകാരും ഉന്നയിച്ചത്. ജൂലൈ 20 കളക്ടറേറ്റിൽ വെച്ച് പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി കെ.എ. തുളസിയുടെ നേതൃത്വത്തിൽ ഒറ്റപ്പാലം എം.എൽ.എ. അഡ്വക്കേറ്റ് കെ. പ്രേംകുമാർ ഉൾപ്പെടെയുള്ള എം.എൽ.എമാരുടെ സാന്നിധ്യത്തിൽ നടന്ന ചർച്ചയെ തുടർന്നാണ് പഞ്ചായത്തുകളുടെ നേതൃത്വത്തിൽ ഇത്തരമൊരു യാത്രയ്ക്ക് തീരുമാനമെടുത്തത്. റോഡ് നിർമ്മാണം പൂർത്തീകരിച്ചിട്ടും പരിഹരിക്കപ്പെടാതെ കിടക്കുന്ന വിവിധ വിഷയങ്ങളാണ് ജനപ്രതിനിധികളും ജനങ്ങളും ഉന്നയിച്ചത്. ഉയർന്നുവന്ന അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, ആക്ഷേപങ്ങൾ എന്നിവ പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കുന്നതിന് കെ. പ്രേംകുമാർ എം.എൽ.എയുടെ സഹായത്താൽ ശ്രമിക്കുമെന്ന് പ്രസിഡന്റ് പി. അരവിന്ദാക്ഷൻ പറഞ്ഞു. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്തിലൂടെ കടന്നുപോകുന്ന മുണ്ടൂർ തൂത റോഡിൻ്റെ വിവിധങ്ങളായ പ്രദേശങ്ങളിലൂടെ ജനപ്രതിനിധികളും അതുപോലെ തന്നെ പോലീസ് ഉദ്യോഗസ്ഥരും KSTP ഏജൻസിയുടെ പ്രതിനിധികളും അതോടൊപ്പം തന്നെ KSCBയുടെ പ്രതിനിധികൾ ഉൾപ്പെടെ പൊതുപ്രവർത്തകരും നാട്ടുകാരും ഉൾപ്പെടെ ഈ ഒരു ദൗത്യവുമായി ഇന്ന് ഈ സമയം വരെ ഏതാണ്ടൊരു 4 മണിക്കൂർ നേരം സഞ്ചരിക്കുകയുണ്ടായി. റോഡ് നിർമ്മാണം സ്വാഭാവികമായിട്ടും ചില പ്രയാസങ്ങളെല്ലാം വ്യക്തികൾക്കുണ്ടായിട്ടുണ്ട്, പൊതുവായി ഉപയോഗിക്കുന്ന ഇടങ്ങൾക്കും പ്രയാസങ്ങളുണ്ടായിട്ടുണ്ട്. അതെല്ലാം ഞങ്ങൾ നേരിട്ട് പോയി കണ്ട് മനസ്സിലാക്കി വിലയിരുത്തിയിട്ടുണ്ട്. ഇതിൽ സാധ്യമായ രീതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് KSTP നേതൃത്വം കൊടുക്കുമെന്ന് KSTPയുടെ പ്രതിനിധികളെ ഇവിടെ മനോജ് സാർ ഉൾപ്പെടെ ഉണ്ട്, അവർ സൂചിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപകടങ്ങൾ വലിയ തോതിൽ പെരുകി വരുന്ന സാഹചര്യത്തിൽ ഏതെല്ലാം നിലയിൽ അതിൻ്റെ പൂർണ്ണതയിലേക്ക് അപകട സാധ്യത ഒഴിവാക്കുന്നതിലേക്കുള്ള നടപടിക്രമങ്ങൾ സ്വീകരിക്കാമെന്നത് നമ്മുടെ ശ്രീകൃഷ്ണപുരം പോലീസ് SI ഉൾപ്പെടെയുള്ള അവരുടെ ഉദ്യോഗസ്ഥ സുഹൃത്തുക്കൾ പറഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം തന്നെ മംഗലാംകുന്ന് ഹൈമാസ്റ്റ് ലൈറ്റ് വലിയൊരു പ്രയാസം പ്രതിസന്ധിയായി നിൽക്കുകയായിരുന്നു. KSCB പ്രതിനിധികളും KSTP പ്രതിനിധികളും സംസാരിച്ച് ഓണത്തിന് മുമ്പ് ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിച്ച് അത് പ്രകാശിപ്പിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇന്നത്തെ യാത്രയിൽ ഉറപ്പു നൽകിയിട്ടുണ്ട്. പുഞ്ചപ്പാടം 19 പാലക്കാട് ഭാഗത്തേക്കും പുഞ്ചപ്പാടം UP സ്കൂൾ പരിസരത്ത് പാലക്കാട് ഭാഗത്തേക്കും മംഗലാകുന്ന് ഫോറസ്റ്റ് സ്റ്റേഷൻ പരിസരത്തും പുതിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രങ്ങൾ നിർമ്മിക്കണമെന്ന ആവശ്യമുയർന്നു. പുഞ്ചപ്പാടം ഹൈമാസ്റ്റ് ലൈറ്റ് പൂർണ്ണതോതിൽ കമ്മീഷൻ ചെയ്യുന്നതിനും മംഗലാകുന്നിലെ ഹൈമാസ്റ്റ് ലൈറ്റ് തടസ്സങ്ങൾ നീക്കി ഓണത്തിനു മുമ്പായി സ്ഥാപിച്ച് പ്രകാശിപ്പിക്കുന്നതിനും ചർച്ചകളിലൂടെ തീരുമാനിച്ചു. പുഞ്ചപ്പാടം അപകട വളവിനടുത്ത് സ്ഥാപിച്ച തെരുവ് വിളക്കുകൾ പ്രകാശിപ്പിക്കാൻ ഗ്രാമപഞ്ചായത്ത് മുൻകൈയെടുക്കുന്നതിനും ധാരണയായി. റോഡിൽ വിവിധയിടങ്ങളിലായി വെള്ളം കെട്ടിനിൽക്കുന്നത് പരിഹരിക്കുന്നതിനും ഓടകൾ നല്ല നിലയിൽ പ്രവർത്തിപ്പിക്കുന്നതിനും നടപടികൾ സ്വീകരിക്കുമെന്ന് KSTP അധികൃതർ ഉറപ്പു നൽകി. പ്രധാന പാതയിൽ നിന്നുള്ള ഉപ റോഡുകളായ മലമ്പള്ള റോഡ്, തലയിണക്കാട് റോഡ്, മണിയാണി ക്ഷേത്രം റോഡ്, പാലിക്കുഴി റോഡ്, മഹാത്മാ ശ്രീകൃഷ്ണപുരം ആശുപത്രി റോഡ് എന്നിവയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ചർച്ച ചെയ്തു. റോഡ് നിർമ്മാണ സമയത്ത് ശേഖരിച്ച അധിക മണ്ണ് നിക്ഷേപിച്ച മണിയാണി ഭാഗത്തെ മൺതിട്ട ഒഴിവാക്കണമെന്ന ആവശ്യവും ജനങ്ങൾ ഉന്നയിച്ചു. നടപ്പാതകളുടെയും ഓടകളുടെയും കുറവുകളും ജനങ്ങൾക്ക് ശല്യമുണ്ടാക്കുന്ന നിലയിലുള്ള ബാരിക്കേഡുകൾ മാറ്റി സ്ഥാപിക്കണമെന്ന ആവശ്യവും ഉയർന്നു. വിലയിരുത്തൽ യാത്രയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി. അരവിന്ദാക്ഷൻ, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ജ്യോതിവാസൻ, മെമ്പർമാരായ KV ഗോപാലൻകുട്ടി, P. രജനി, C. ഓമന, K. ശാലിനി, N. വിദ്യാലക്ഷ്മി, P. മണികണ്ഠൻ, ശ്രീകൃഷ്ണപുരം SI P. K. സിലാസ്, KSTP പ്രതിനിധി KM മനോജ്, KSCB അസിസ്റ്റന്റ് എഞ്ചിനീയർ S. ജിതിൻ എന്നിവർ പങ്കെടുത്തു. കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ SBT ജംഗ്ഷൻ, ശ്രീകൃഷ്ണപുരം, പാലക്കാട്.